ഹെല്ലോ കുട്ടീസ്. അപ്പോൾ കുറേ നാളായി അമ്മ വീട്ടിൽ പോയിട്ട് ട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒഴിവൊക്കെയാണ്. അപ്പോൾ ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. ദേ കല്ലൂസ് ഇവിടെ കിടന്ന് നല്ല ബഹളമാണ്. അപ്പോൾ ദേ ചാലക്കുടി എത്തിപ്പിക്കും കല്ലൂസ് നല്ല ഉറക്കമായി. പിന്നെ ബസ്സിൽ കയറിപ്പിക്കാൻ ആളെ എനിക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു. കാരണം ഞാൻ വെള്ളമൊന്നും കരുതിയിട്ടുണ്ടായില്ല, കുറച്ച് വഴിയല്ലേ ഉള്ളൂ. അങ്ങനെ ദേ അവിടെ എത്തിപ്പിക്കും നല്ലോണം മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിട്ടോ. അപ്പോൾ കുടയൊക്കെ നിർത്തി ഞങ്ങളിങ്ങനെ നടക്കണം. പിന്നെ അവിടെ പാടമൊക്കെ ഉണ്ട്. കല്ലൂസത്തെ എങ്ങനെ നടക്കണ്ട, ഓടി ഓടി നടക്കണം. അവിടെ എത്തിയപ്പോൾ അച്ചാച്ചനുണ്ടായിരുന്നു, അമ്മാമ്മ ഉണ്ടായിരുന്നു. പിന്നെ കല്ലൂസ് അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് വാരി വാരി അച്ചാച്ചൻ്റെ എന്തെങ്കിലും കയ്യിലൊക്കെ ഇട്ട് തരായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ചാച്ചൻ അമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് നിൽക്കാറൊന്നുമില്ല. കുറേ നാൾ ഒരു കൊല്ലത്തിനൊക്കെ മേലെയായിട്ട് അങ്ങനെ വന്ന് നിന്നിട്ട് ഓരോ സാഹചര്യം കൊണ്ട് നിൽക്കാൻ പറ്റാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്താണ് അമ്മയുടെ ചേച്ചിയുടെ വീട്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കല്ലൂസ് ഓടടോ ഓട്ടാണ് കേട്ടോ. ഈ ഓട്ടത്തിൽ 2 തവണ ആൾ വീടും, പക്ഷെ ആൾ എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ണിയാവി ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ. അവൻ്റെ കളിപ്പാട്ടൊക്കെ എടുത്ത് കളിക്കുകയാണ്. ഇതാണ് കേട്ടോ ഉണ്ണിയാവ. അവളുടെ പേര് മാൻവി എന്നാണ് കേട്ടോ. അങ്ങനെ അവരോട് കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച്. കല്ലൂസിന് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ കല്ലൂസ് ഉപദ്രവിക്കുമോ എന്നുള്ള എനിക്ക് പേടിയുണ്ട്. ഞാൻ അവനെ അധികം അടുത്തേക്ക് അടുപ്പിച്ചിട്ട് പിന്നെ വന്നപ്പോൾ അവനൊരു മുട്ടയൊക്കെ കൊടുത്ത് പിന്നെ അവൻ കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.